ഹലോ, അപ്പോൾ ഇന്ന് സോയാബീൻസ് വെച്ചിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പി ആയാലോ? എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം മിക്സ്ഡ് ജാറിക്ക് പുതിനയില, പച്ചമുളക്, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് വറുത്തെടുക്കാം. അതിലേക്ക് നമ്മൾ നിലത്തിൽ അരിഞ്ഞിട്ടുള്ള സവാള ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ മസാല ആഡ് ചെയ്യുക. ഇനി അതിലേക്ക് തക്കാളി ആഡ് ചെയ്യുക. തക്കാളി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. ഓൾറെഡി സോയ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി അതും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്രയാണ് പൊടികൾ ആഡ് ചെയ്യണത്. അത് മിക്സ് ചെയ്യുക. അതിലേക്ക് തൈരും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ജീരകശാല അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കഴുകി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. സൈഡിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം തിളച്ച വെള്ളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും മേലെ ഇട്ടിട്ട് കുക്കറിട്ട് മൂടി വയ്ക്കണം. ഒരു വിസിലെടുക്കുക. പിന്നെ സൈഡിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കണ്ടേ. അങ്ങനെ ഒരു വിസിൽ വന്നതിന് ശേഷം മാറ്റിയിട്ടുണ്ട് പാത്രം. അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇടാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് പറയണേ. അപ്പോൾ ഓക്കെ, ദെൻ ബൈ.